വാഴ ടൂലുണ്ടോ? വാഴ ടൂല് പുതിയ അടുത്രിയിലുണ്ടോ? അടുത്തൂല് കോൺസ്റ്റബിളിന് തന്നെ ഞങ്ങൾക്ക് ഈ പോസ്റ്ററൊക്കെ കാണുമ്പോഴേ ഒരു ടൈം ലൂപ്പ് എന്നൊക്കെ ആളുകൾ പലതും പറയുന്നുണ്ട് ആടുത്രീനെ പറ്റി. അപ്പൊ ഇത് കാണാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകര്. അതിനേക്കാളും കൊതിയോടെ കാത്തിരിക്കണം ഞങ്ങൾ. എല്ലാ അടിച്ചും ആ പടത്തിൽ അഭിനയിച്ച മിക്ക ജേട്ടൻ ഉൾപ്പെടെ പൊള്ളിച്ചിരിക്കുന്നില്ല. ഈ തനി നിറം എന്ന് പറയുമ്പോ ഓർമ്മ വരുന്ന ഇത് ഇൻസിഡന്റ് എന്താ? തനി നിറം കണ്ടെന്നൊക്കെ നമ്മൾ പറയും. അത് തന്നെ. അപ്പോൾ നീ ഇങ്ങനെയാടാ, അപ്പൊ നിന്റെ തനി നിറം ഇതായിരുന്നില്ല. കണ്ടിട്ടുണ്ടോ? കാണേണ്ടാണോ എന്റെ സ്വഭാവം? ഒരു ദിവസം ഞാൻ 25,000 കടം ചോദിച്ചു. പിറ്റേന്ന് രാവിലെ വരാൻ പറഞ്ഞു. രാവിലെ വന്നപ്പോ പറയല്ലേ പൈസ ഇല്ലെന്ന്. അത് അവന്റെ തനി നിറമല്ലേ അല്ലേ? കൊടുത്താ കിട്ടണ്ടേ? തങ്കച്ചൻ ചേട്ടാ ഇതുവരെ ചെയ്തതിൽ വ്യത്യസ്തമാണോ ഇത്തവണ? ഇതിനകത്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പറയണ്ടല്ല, നമ്മളെ സിനിമയില് അങ്ങനെ ഉണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ക്ലൈമാക്സ് പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ മസ്കറ്റിലാണ്. ഞാൻ മസ്കറ്റിൽ നിൽക്കുന്ന സമയത്താണ് അമ്മ സീരിയസ് ആണ്. എനിക്ക് ഇവിടുന്ന് കോടൊന്നുകൊണ്ടിരിക്കണം, പ്രോഗ്രാം ചെയ്തേ പറ്റൂ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ടെൻഷനാണ് ഭയങ്കര. അപ്പം ഞാൻ ഇവിടുന്ന് മസ്കറ്റിൽ നിന്ന് എനിക്ക് ദുബായിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ടിക്കറ്റ് അപ്പം ഞാൻ രാത്രിയായപ്പം ഇങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞ് സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നു, ഇവിടെ അമ്മച്ചി. അപ്പം ഞാനിങ്ങനെ ഇവിടുന്ന് ടെൻഷൻ അടിക്കുകയാണ്. റൂമിൽ ചെല്ലുന്നു. റൂമിൽ ചെന്ന് വെളുപ്പാങ്കലായപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചു, അമ്മച്ചി മരിച്ചു. പിന്നെ എനിക്ക് ടക്കന ഇങ്ങോട്ട് മസ്കറ്റിൽ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കുറവാണ് ട്രിവാൻഡ്രത്തേക്ക്. എന്തോ ഭാഗ്യത്തിനൊരു സീറ്റും കിട്ടി. ഞാൻ ആ സമയത്ത് എൻ്റെ അടുത്ത് ഇരിക്കുന്നവർ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ അവർക്കറിയില്ല നമ്മൾ ഇമോഷൻ എന്താണ്, നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇമോഷനിൽ ചിലപ്പോൾ ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു നിശ്ചിത ടൈം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിതുപോലെ ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ അവസ്ഥ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു സോറി എന്ന് പറയാൻ വരുമെന്ന്. നമ്മളൊക്കെയാണ് നിങ്ങളെങ്ങനെയൊക്കെ ആക്കിയത് കേട്ടാ, കൂടുതൽ ആടെയൊന്നും കാണിക്കല്ലേ എന്ന് പറയും. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ തരണം ചെയ്യുന്നു. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ജാടയെന്ന് തോന്നും. ആറ്റിറ്റ്യൂഡ് എൻ്റെ മുഖം ഇങ്ങനത്തെ മുഖമൊന്നും എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഞാൻ ഇപ്പം ഞാൻ ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ ചിരിയൊന്ന് മാറിയാൽ വേറെ മുഖമായി. എങ്ങനെ ആരും ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. പല്ല് വരെ തല്ലി ചിരിച്ചു. ഇവിടെ ഷൂട്ടിന് വരുമ്പോഴായിരുന്നാലും അവിടെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് വീഡിയോ എടുത്ത് സേഫ് ആക്കി വെച്ചിട്ട്, കാരണം അത് കുറയ്ക്കാൻ പറ്റില്ല. അത് കുറഞ്ഞാൽ പിന്നെ പോയി. അതുകൊണ്ട് അതും അതേ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ അതൊരു കുറവുണ്ടാക്കാതെ ഇവിടെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് ഞാൻ ഓടി തിരുവനന്തപുരത്ത് പോകും, ബാക്കി വീഡിയോസ് എടുക്കും. അങ്ങനെ രണ്ടും. എന്നെ കളിയാക്കണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. കാര്യം എല്ലാവരും എനിക്ക് സ്റ്റാർ മാജിക് വന്നപ്പോഴാണ് തങ്കത്തിനെ കളിയാക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് ഈ ബോഡി ഷേപ്പിംഗ് സാധനങ്ങൾ ഇപ്പം വന്ന് കയറിയപ്പോഴാണ് കൂടുതൽ ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചറിയും. അപ്പോഴാണ് ഓരോന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങി. ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ടോ തമാശ പറയുമ്പോഴും? തീർച്ചയായിട്ടും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പരിപാടി കളിക്കുന്ന സമയത്ത് 200-250 പരിപാടി കളിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ആ സമയത്ത് ഒരൊറ്റ സ്കിറ്റ് കൊണ്ടായിരിക്കാം ഞങ്ങൾ ഇത്രയും പരിപാടി കളിക്കും. ഇന്നത് പറ്റില്ല. ഒരു പരിപാടി കളിക്കുമ്പോൾ ലൈവ് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്തത് റീൽസ് ആയിട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജ് പോകുമ്പോൾ ഒരിക്കലും കളിക്കും. അതുകൊണ്ടാണ് ആ കോമഡി ഷോ എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ കുറഞ്ഞു വരുന്നത്. നമസ്കാരം, എല്ലാവർക്കും സൈന സൗത്ത് പ്ലസിലേക്ക് സ്വാഗതം. ഈ തനിനിറം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എൻ്റെ കൂടെയുള്ളത് നോബി മാർക്കോസ്, തങ്കച്ചൻ ആൻഡ് ആദർശ്. വെൽക്കം. ഈ തനിനിറം നമുക്ക് പോസ്റ്ററൊക്കെ കാണുമ്പോൾ തന്നെ നോബി ചേട്ടനൊക്കെ നിപ്പ് കണ്ടാൽ തന്നെ കുറച്ച് സീരിയസ് ആയ ഒരു കഥാപാത്രമാണെന്ന് ഇങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ട്. എങ്ങനെയാ തോന്നും? പക്ഷേ അല്ല, ഈ സൈഡ് ചിരിച്ചോണ്ടിരിക്കുന്നു, ഒരു സൈഡ് മാത്രം. അപ്പൊ നോബി ചേട്ടനെ സസ്പെൻസ് ആണ്. അപ്പൊ നിങ്ങളെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന നിങ്ങളുടെ ടീമിന്റെ ഒക്കെ ഒരു തമാശകളുണ്ടല്ലോ, അത്തരം തമാശകൾ ഇതിന്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാവോ? ഇതിന്റെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അല്ലേ? ഇല്ല. അല്ല, സിനിമ സസ്പെൻസ് ത്രില്ലറാണ്, സിറ്റുവേഷൻ ഹ്യൂമർ ഒക്കെ ഉണ്ട്. കുറെ പുതുമുഖ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രമാണ്. അതിൽ ശരി പഴക്കം ചെന്ന ഞങ്ങളും ഉണ്ട്. പിന്നെ അനൂപണ്ണൻ്റെ കൂടെ 4-5ാമത്തെ പടം. പിന്നെ ഡയറക്ടർ റൈറ്റർ ഒക്കെ പുതിയ ആൾക്കാരാണ്. അവരുടെ പ്രതീക്ഷയിലൂടെയുള്ളൊരു ചിത്രമാണ്. വളരെ രസകരമായിട്ട് എഴുതിയിട്ടുമുണ്ട്, ഡയറക്ഷൻ ചെയ്തിട്ടുമുണ്ട്. തങ്കച്ചൻ ചേട്ടാ ഇതുവരെ ചെയ്തതിൽ വ്യത്യസ്തമാണോ ഇത്തവണ? ഇതിനകത്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പറയണ്ടല്ല, പറയൂ. അല്ല, ഈ
പടത്തിൽ ഭാഗമാകാൻ സാധിച്ചു. പിന്നെ ഇതിൽ ജീവിച്ചിട്ടുണ്ട് തന്നെ. അനു സാറിൻ്റെ കൂടെ ഒക്കെ ആദ്യമായിട്ടാണ്. പിന്നെ എൻ്റെ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനൊക്കെയാണ് എൻ്റെ രജിഷേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇതല്ല ഇതിനു മുമ്പ് വേറെ സിനിമ ഒക്കെ എനിക്ക് വിളിച്ച് ഓഫറൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പ്രാവശ്യം ഇതിലെനിക്ക് ഒരു ഭാഗമാകാൻ സാധിച്ചു. ആദർശ് എങ്ങനെയാ വരുന്നത്? റീൽസും ഒക്കെ കണ്ടിട്ട് തന്നെയാണോ പുള്ളി? എന്റെ വീഡിയോസ് കണ്ടിട്ടാണ് സാറിനെ പടത്തിലോട്ട് വിളിച്ചത്. പിന്നെ വന്നു, കഥ കേട്ടു, ഓക്കെ ആയിട്ട് തോന്നി. കാരണം ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത്രയും നല്ല ക്രൂ, ഇപ്പം അനുവേണ്ണായിരുന്നാലും പറഞ്ഞ നവ്ചേട്ടൻ, തങ്കച്ചേട്ടൻ, പിഷാരടി ചേട്ടൻ, ഇവരെല്ലാവരുമായിട്ടുള്ള ഒന്നിച്ചുള്ള ഒരു ക്രൂ ഭയങ്കര നല്ല ഒരു ആഗ്രഹം തോന്നി, ചെയ്താൽ കൊള്ളാം എന്നുള്ളതൊക്കെ തോന്നി. അങ്ങനെ വന്നതാണ്. പക്ഷെ ചെയ്തു വന്നപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇനി ഇതുപോലൊരു കോംബോയിൽ എന്തിനി അടുത്ത സിനിമ ഉണ്ടാവുന്ന പോലെ ഇറങ്ങണം. പക്ഷേ ഭയങ്കര സന്തോഷമായി. ലൈഫിലെന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സിനിമയാണ്. ഞാൻ ഇന്നും ആദർശിന്റെ ഒരു റീല് കണ്ടിട്ടാ വരുന്നത്. കടപ്പണ്ടം കഴിക്കുന്ന അമ്മ മകളെ ചീത്ത പറയുന്ന, മന്തി കഴിച്ചു വരുന്ന മകള് ചോറെടുത്തോളൂ എന്ന് പറയുന്ന രസകരമായ റീലുണ്ടായിരുന്നു. എല്ലാം കാണാറുണ്ട്. ഇന്നിപ്പോ ഞാൻ കണ്ടേ ഉള്ളൂ. പിന്നെ ഈ ക്രൂവിന്റെ അധികം ഉടനെ ഉണ്ടാവുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും തുടങ്ങും. നീ അറിഞ്ഞില്ലേ? അടുത്ത ഞായറാഴ്ച വീണ്ടും തുടങ്ങിയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട്. അറിഞ്ഞില്ലേ? സസ്പെൻസിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മളെ സിനിമയിൽ അങ്ങനെ ഉണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ക്ലൈമാക്സ് പറഞ്ഞത്. ഈ സമയത്ത് നമ്മുടെ സ്പേസിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. റീല് ചെയ്യുകയാണെങ്കിൽ എത്ര ടേക്ക് വേണേ എടുക്കാം, നമുക്കാണ് അതിന്റെ ഒരു എല്ലാ നിയന്ത്രണം ഉള്ളത്. അവിടെ നിന്ന് സിനിമ വലിയൊരു സ്കെയിലിലേക്ക് വരികയല്ലേ. അപ്പൊ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഒക്കെ എങ്ങനെയാ തോന്നിയേ? അല്ലെ, ഇത് ഓൾറെഡി എന്റെ 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ റെജിന തമിഴ് 2023 ആ ഒരു സമയത്ത് ചെയ്താണ്. റെജിന തമിഴായിരുന്നു. ഡൊമിൻ ഡി സിൽവ എന്നുള്ള ഡയറക്ടർ സാറിന്റെ ആയിരുന്നു. അത് പൊള്ളാച്ചിയിലൊക്കെ വെച്ചായിരുന്നു ഷൂട്ട്. അതായിരുന്നു ആദ്യത്തെ ക്യാമറയുടെ മുന്നിലുള്ള നിൽപ്പ്. അപ്പോഴും ഞാൻ അങ്ങനെ അത് റീല് ചെയ്യാറില്ല. രണ്ടാമത്തെ കരുതലല്ല കുരുക്കം എന്ന് പറയുന്നൊരു സിനിമ. അത് അഭിജിത്ത് നൂറാണി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോഴും ഞാൻ കണ്ടന്റിലോട്ട് വന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി നമ്മളെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ചെയ്ത് ശീലം ഉണ്ടായി. പക്ഷെ എന്നാലും ഇത്രയും ആൾക്കാർ, മറ്റേതാണെങ്കിൽ നമ്മൾ 3 പേരേ ഉള്ളൂ. നമ്മൾ 3 പേരും കൂടെ ക്യാമറ മാറി ചെയ്യുന്നു, ഒരു കണ്ടന്റ് കൊണ്ടുവരുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഫുൾ സെറ്റ് ഉണ്ട്, കുറെ ആൾക്കാർ, ഇവരുടെ എല്ലാവരും മുന്നേ നിന്ന് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയുണ്ട്. ആദ്യത്തെ നന്നായിട്ട് ഒരു ശകലം പോലും തെറ്റിച്ചില്ല. സത്യം, അവർ ചെയ്യുന്ന നല്ല പോർഷൻ ഡയലോഗ് ഉണ്ടാവും, ഭംഗിയായിട്ടാണ് ചെയ്തത്. അത് വേറെ സംഭവം. എക്സ്പീരിയൻസ് ഭയങ്കര ഇതല്ലേ. സിനിമ അല്ലെങ്കിൽ പോലും അവൻ എപ്പോഴും കണ്ടന്റ് ക്രിയേറ്റ് എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്തോണ്ടിരിക്കും. ബിഗ് FM-ലെ അപ്പം ഓൾറെഡി റീൽ അവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഏകദേശം ഒരു 20 ദിവസം, ഫസ്റ്റ് ഷെഡ്യൂൾ ഒരു 20 ദിവസത്തെ ഷൂട്ടാണെങ്കിൽ പോലും അതും ഇതും ഒരുപോലെ ഞാൻ കൊണ്ടുപോയി. എന്നുവെച്ചാൽ ഇവിടെ ഷൂട്ടിന് വരുമ്പോഴായിരുന്നാലും അവിടെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് വീഡിയോ എടുത്ത് സേഫ് ആക്കി വെച്ചിട്ട്, കാരണം അത് കുറയ്ക്കാൻ പറ്റില്ല. അത് കുറഞ്ഞാൽ പിന്നെ പോയി. അതുകൊണ്ട് അതും അതേ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ അതൊരു കുറവുണ്ടാക്കാതെ ഇവിടെ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടി ഞാൻ ഓടി തിരുവനന്തപുരത്ത് പോകും, ബാക്കി വീഡിയോസ് എടുക്കും. അങ്ങനെ രണ്ടും അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാതിരുന്നാലേ അക്കൗണ്ട് ഡൗൺ ആയി പോകും. പിന്നെ നമ്മൾ ഒന്നേന്ന് കണ്ടോണ്ടിരിക്കണമല്ലോ, അൽഗോരിതം മാറിപ്പോവും. അങ്ങനെ ഫുൾ മെനക്കേടായിരുന്നു. എന്ത് വേണം. പണ്ട് സ്റ്റേജുകൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോ നമുക്കുണ്ടാകുന്ന റീച്ച് അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ഓടിക്കും. ഒരു സ്ഥലത്ത് ഇരുന്നപ്പം അമ്മറ്റിക്കാർ വാ ഇനിയിപ്പം നാളെ കളിച്ചിട്ട് പോകുന്നു. കാര്യം എല്ലാരും പോയി. വെളുപ്പാകാതെ നമ്മൾ ചെന്നപ്പം ആരുമില്ല, ഒരു മനുഷ്യയില്ല. പിന്നെ പിറ്റേ ദിവസം അവിടെ ഇരുത്തി എല്ലാം അവിടെ നിന്നിട്ട് പൊങ്കാലെടുപ്പൊക്കെ അടുക്കി അതെല്ലാം വെച്ച് എല്ലാം തിരിച്ചു വെച്ച് പിറ്റേന്ന് പരിപാടി കളിച്ചിട്ടാണ് വന്നത്. അപ്പൊ പിറ്റേന്ന് ഇതേപോലെ പരിപാടി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ വിളിച്ച് പറഞ്ഞു അത് സെക്കൻഡായി. അങ്ങനെയൊക്കെ ഈ കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, പ്രത്യേകിച്ച് മിമിക്രിയിൽ നിന്നും സ്റ്റേജിൽ നിന്നൊക്കെ വരുന്നവരുടെ സ്ക്രീനിൽ കാണാൻ തുടങ്ങിയാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവർ ഫുൾ തമാശയാണ്. ഇവരോട് സംസാരിച്ചാലും നമുക്ക് ആ ഒരു ഇതാണ്. അപ്പൊ ഒരു സീരിയസ് സിറ്റുവേഷൻ വരികയാണ്, ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്തു പോവുക, ദേഷ്യം വന്നു പോവുക, അല്ലെ സങ്കടം വന്നു പോവുക ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഇവരെങ്ങനെയല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നൊരു തോന്നൽ വരാറ്. അങ്ങനെ വന്നിട്ടുണ്ടോ സിറ്റുവേഷൻസ്? അല്ല, നമ്മുടെ ജീവിതം എല്ലാം കണ്ണീരാണല്ലോ. അത് മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ വന്ന് ചിരിപ്പിക്കുന്നത്. കാര്യം നമ്മൾ ഓരോ ഇമോഷൻ, കാര്യം നമ്മൾ ഈ തമാശക്കാരായതുകൊണ്ട് ഒരു തമാശ പറ, ഇങ്ങോട്ടൊരു തമാശ പറ, ഇങ്ങനെ പറയാനും പറ്റില്ല. പിന്നെ അങ്ങനെ ഒരു കോമഡി പറ, അത് എല്ലാവരും ഇല്ല. ഈ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്തൊക്കെ പറയുന്നത് അങ്ങനെ കണ്ട്. പിന്നെ നമ്മളെ TV കണ്ട് അവരെ വീട്ടിലൊരു ആളിനെ പോലെ നമ്മളെ കാണുമ്പോ എപ്പോ ഒന്ന് ഇങ്ങനെ കേൾക്കും. കാര്യം അത് അവരെ വീട്ടിലൊരാളിനെ പോലെ നമ്മൾ എപ്പോഴും കാണുന്നുണ്ടേ.
ഇങ്ങനെ വന്ന് പറയും. അങ്ങനെ ചിലർ വന്നിട്ട് സുഖം തന്നെ, പിന്നെ അവരൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. കാര്യം അവരുടെ വീട്ടിലെ ആൾ പോലെ ആള് മറന്നു പോയാറെന്നുള്ള ഇതൊന്നുള്ള നമ്മള് ആർട്ടിസ്റ്റാണെന്നുള്ളൊക്കെ പറഞ്ഞിട്ട് അവരുടെ വീട്ടിലൊരാളെ പോലെ നമ്മളുടെ കാര്യം പറയുന്നത്. വീട്ടിലൊരാളെ പോലെ, പക്ഷെ ടി വിയിലെന്നേ ഉള്ളൂ. തങ്കച്ചൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു സീരിയസ് സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ ദേഷ്യം പിടിച്ചൊക്കെ പോകുമ്പോൾ ആളുകൾ ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നേ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ വന്നിട്ട് ഇതുപോലെ അവരെ കുറ്റം പറയാനും പറ്റില്ല. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അവരൊരു അങ്ങനത്തെ പോലെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കാണുന്നവരായിരിക്കും. അപ്പോൾ അവർ ഒന്ന് സ്വാതന്ത്ര്യത്തോടെ ഒരു തമാശ പറയടേ, ഒരു പാട്ട് പാടേ, മറ്റേ ആട്ടുകുട്ടിയുടെ അതിൻ്റെ മറിയരുമ്പര അതൊക്കെ പാടേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ നിൽക്കുന്ന അവസ്ഥ വേറെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ സഹകരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കാണാന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഞാൻ മാത്രമല്ല, പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ. ചില ആളുകൾ ഇവർക്ക് എന്ത് ജാടയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ജാടയെന്ന് തോന്നും. ആറ്റിറ്റ്യൂഡ്, എൻ്റെ മുഖം ഇങ്ങനത്തെ മുഖമാണ്, എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഞാൻ ഇപ്പം ഞാൻ ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ ചിരിയൊന്ന് മാറിയാൽ വേറെ മുഖമായി. ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ ആരുടെ ആരും ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. പല്ല് വരെ തള്ളി ചിരിച്ചു. അല്ല സത്യം, നമ്മളൊന്നും ചിരിക്കാതെ ഇപ്പം എവിടെയും നിൽക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ, നമ്മളെ കാണുമെങ്കിലും ജാടയാണെന്ന് പറയാം. നമ്മളൊരു സഹകരണം പറയില്ല, അറിഞ്ഞുകൂടാത്ത ഒരാൾ, ഒരു പ്രാവശ്യം സഹകരിച്ചിട്ടുള്ള ഒരാൾ പറയില്ല. ജോക്കർ സിനിമയിൽ ബഹദൂർ സാറിന്റെ ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ, കോമാളി ചിരിക്കണം, കോമാളി കരഞ്ഞ ആളുകൾ ചിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ വലിയ പ്രാരാബ്ദങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ആയിരിക്കും സ്റ്റേജുകളും ഒക്കെ കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷെ ആ സമയത്തും ആളുകൾ ചിരിപ്പിച്ചുകൊണ്ടിരിക്കണമല്ലോ. ചേട്ടൻ ഓർക്കുമ്പോൾ ഏറ്റവും വിഷമത്തോടെ ആളുകൾ ചിരിപ്പിച്ചൊരു സമയം എപ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു സന്ദർഭം എന്തായിരിക്കും? അതിന് എനിക്കൊന്നും അമ്മ മരിക്കുന്ന അതിൻ്റെ പിറ്റേന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ മസ്കറ്റിലാണ്. ഞാൻ മസ്കറ്റ് നിൽക്കുന്ന സമയത്താണ് അമ്മ സീരിയസ് ആണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കോൾ വന്നുകൊണ്ടിരിക്കണം, പ്രോഗ്രാം ചെയ്തേ പറ്റൂ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നു. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ് റൂമിൽ നമുക്ക് ടെൻഷനാണ് ഭയങ്കര. ഇങ്ങനെ റൂമിൽ വന്ന് പിന്നെ എനിക്ക് പിറ്റേന്ന് ദുബായിലാണ് ഷോ. അപ്പം ഞാൻ ഇവിടുന്ന് മസ്കറ്റിൽ നിന്ന് എനിക്ക് ദുബായിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ രാവിലെ 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം ആ ടിക്കറ്റ്, അപ്പം ഞാൻ രാത്രിയായപ്പം ഇങ്ങനെ സീരിയസ് ആണെന്ന് പറയുന്നു. സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നു, ഇവിടെ അമ്മച്ചി. അപ്പം ഞാനിങ്ങനെ ഇവിടുന്ന് ടെൻഷൻ അടിക്കുകയാണ്. റൂമിൽ ചെല്ലുന്നു. റൂമിൽ ചെന്ന് വെളുപ്പാങ്കലായപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു അമ്മച്ചി മരിച്ചിരുന്നു. പിന്നെ എനിക്ക് ടക്കന ഇങ്ങോട്ട് മസ്കറ്റിൽ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കുറവാണ് ട്രിവാൻഡ്രത്തേക്ക്. എന്തോ ഭാഗ്യത്തിനൊരു സീറ്റും കിട്ടി. ഞാൻ ആ സമയത്ത് എൻ്റെ അടുത്ത് ഇരിക്കുന്നവർ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് പറയൂ കാര്യം. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് സുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്നു. കാര്യം നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ അവർക്കറിയില്ല നമ്മൾ ഇമോഷൻ എന്താണ്, നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെന്ന് പോലും. അവസാനം ഈ ചേട്ടൻ ഇരുന്നിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത്. അപ്പം ചേട്ടൻ എൻ്റെ ചെയ്യും എന്ത് മിണ്ടാത്തെന്ത് പറ, എന്തെങ്കിലും വിഷമമുണ്ടാ എന്നൊക്കെ പറയപ്പെടും. അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ. അപ്പം പിന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇതുപോലെ കാര്യം പറഞ്ഞു. അപ്പം തൊട്ടപ്പുറത്തേക്ക് പറഞ്ഞു. പിന്നെ നമുക്ക് അവരും സന്തോഷത്തോടെ നാട്ടിൽ വരണവരാണ്, പ്രവാസികളാണ്. പിന്നെ അവരെയും വിഷമിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഇരുന്ന് ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് ഞാൻ വീട്ടിൽ 3 മണിയായപ്പോൾ അമ്മയുടെ ബോഡി എടുത്തു. ഇതിലേറ്റവും വലിയ അതിശയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മസ്കറ്റിൽ പോകുന്ന, അതായത് രാവിലെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം ഞാൻ എറണാകുളത്ത് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്ന് ഞാനന്ന് വീട്ടിലപ്പം 6 മണിക്ക് പിന്നെ ഫ്ലൈറ്റ്. ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ വിചാരം വൈകിട്ട് 6 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഇപ്പം ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് സൗമ്യ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. സൗമ്യ എന്നെ വിളിച്ചു, ചേട്ടാ ചെക്കിങ്ങില്ല, ചേട്ടൻ ഇതുവരെ കണ്ടില്ലല്ലോ ചേട്ടാ. ഞാൻ ചേട്ടൻ മേളിൽ എത്തിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് സൗമ്യ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല തന്നെ, ഞാൻ വീട്ടിലാണ് ചേട്ടാ. ഫ്ലൈറ്റ് ഞാൻ എത്ര മണിക്ക് ഫ്ലൈറ്റ് 6 മണിക്ക് ചേട്ടാ. ഞാനങ്ങനെ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ 6 മണി രാവിലെ, മോർണിംഗ് 6 മണിയാണ്. ഞാൻ പിന്നെ അവിടെ കിടന്നുകൊണ്ട് എന്നെ അടുത്ത ടിക്കറ്റ് വിളിച്ച് പറഞ്ഞു വൈകുന്നേരത്തേക്ക് അയറ്റിക്കും. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അന്ന് രാവിലെ ഞാൻ പോയി അമ്മയെ കണ്ട്. അമ്മയ്ക്ക് പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കണ്ടു. ഞാൻ രാവിലത്തെ ഫ്ലൈറ്റിൽ പോയി എനിക്ക് കാണാനും പറ്റില്ലായിരുന്നു. എന്നിട്ട് പോയപ്പോൾ പെട്ടെന്ന് സുഖമില്ലാതായത്. ഇങ്ങനെ നമുക്ക് ഏത് സാഹചര്യം നമ്മുടെ ഇമോഷനിൽ ചിലപ്പോൾ ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരാളൊന്നും ഇതുപോലെ ഒരു നിശ്ചിത ടൈം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാണും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കിട്ടില്ലെന്നറിയാം. അപ്പോഴിതുപോലെ ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നു. ഞാനിങ്ങനെ പറഞ്ഞ അവസ്ഥ പറഞ്ഞു. പിന്നെ അതൊന്നും കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ അർച്ചിച്ചൊരു ബോർഡ് ഞാൻ ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു.
അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് ഞാൻ വേറൊരു അവസ്ഥയിലാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു സോറി എന്ന് പറയാൻ വരുമെന്ന്. തിരിച്ചു വന്നിട്ടല്ലേ നമ്മളൊക്കെയാണ് നിങ്ങളെങ്ങനെയൊക്കെ ആക്കിയത് കേട്ടാ, കൂടുതൽ ആടെയൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ തന്നെ സിറ്റുവേഷൻ മനസ്സിലായിട്ട് പോലും അത് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഈ കോമഡി റീലുകളൊക്കെ എല്ലാവരും കണ്ടിട്ട് നമ്മളും അങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം മീൻസ് കല്യാണത്തിന് മുമ്പ് ഇതുപോലെ ഈ പറഞ്ഞ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ച് എൻ്റെ കല്യാണത്തിനാണ്. അവർ സെപ്പറേറ്റഡ് ആണ്, എൻ്റെ ചെറുതിലോട്ട് സെപ്പറേറ്റഡ് ആണ്. അപ്പം അവർ കല്യാണത്തിന് വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ വന്ന് സഹകരിച്ച് അതിനുശേഷം അവരവിടെ വെച്ച് അവരുടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ കാര്യങ്ങൾ കാരണം താലിയിട്ട് കഴിയുമ്പോഴേ അച്ഛൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ബാക്കിയുള്ള ആൾക്കാർ തന്നപ്പം വരുന്ന മീഡിയക്കാരെല്ലാവരും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവരെന്ത് മാറി നിൽക്കണ പലതരത്തിലുള്ള കഥയായി തുടങ്ങി. പെണ്ണിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അച്ഛൻ ഇറങ്ങിപ്പോയത്, ഇനി ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയാണെങ്കിലും ചർച്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ ഞാനിങ്ങനെ പറഞ്ഞു ഫാമിലി സെപ്പറേറ്റഡ് ആണ്, പിന്നെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അത് പല ചോദ്യങ്ങൾ, അതായത് കമൻറ്റ് സെക്ഷൻ കുറേ ഇവർ തന്നെ ഓരോ കഥ ഉണ്ടാക്കും. ഇവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെയായിരുന്നു അങ്ങനെ അവർ തന്നെ കുറേ കഥകൾ മെനങ്ങെടുക്കും. ഇപ്പം എനിക്ക് ഇതിനകത്ത് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ഞാൻ വേറൊരു ഫാമിലിയിലോട്ട് പോയി എൻ്റെ അവളെ വീട്ടുകാരും കാണുകയാണ്, അവർക്ക് കാര്യം അറിയാമെങ്കിൽ പോലും ബാക്കിയുള്ള ആൾക്കാരുണ്ടാക്കിയിട്ടെങ്കിൽ ഈ കഥകളും കൂടെ വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അപ്പോഴും ഈ പഴയ വീഡിയോസും കല്യാണ വീഡിയോസും ഭയങ്കരമായിട്ട് റൺ ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കാര്യം ഞാൻ പറയും ഇങ്ങനെയാണ് അവർ സെപ്പറേറ്റഡ് ആണ്, ഇന്ന കാര്യങ്ങളുണ്ടാണ്, അവർ കല്യാണത്തിന് ശേഷം ഇന്നയാണ് ക്ലിയർ ആയിട്ട് ഞാൻ പറയും. എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെ ലൈഫിൽ അവർ ഹാപ്പിയാണ് എന്നുള്ള കേസുകളൊക്കെ പറഞ്ഞ് അതിനുശേഷം ഇൻ്റർവ്യൂ ഇറങ്ങി ഒരു ദിവസം കഴിയുമ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഇനി മേലെ നീയായിട്ട് സഹകരിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ മടങ്ങിപ്പോയി. അതെനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, അച്ഛാ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് കേൾക്കാൻ പുള്ളിക്കാരൻ ഇന്ന് വരെ നിന്നിട്ടില്ല, എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചുകൊണ്ടുവന്ന് സാധനം അങ്ങനെ ഒരു ഇതായി. അപ്പോഴും ഈ സിനിമ റിലീസാണ്, വീഡിയോസ് എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഇപ്പം ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ അവരെ വീട്ടുകാർ ഇവൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ നിന്നുള്ള വരുമാനത്തിലാണ് കിട്ടുന്നത്. സ്ഥിരമായിട്ട് എനിക്കൊരു ജോലിയില്ല, ഈ വക പരിപാടി ചെയ്താൽ മാത്രമേ എനിക്കൊന്നും ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് അവർ ചിന്തിക്കാതെ അവരപ്പോഴും തന്നെ വന്ന് പറയട്ടെ അമ്മയും രണ്ടാമത് കണക്ക് അമ്മയും പറഞ്ഞ് അമ്മയ്ക്ക് അത് നാണക്കേടാണ്, അമ്മയുടെ ഫാമിലി അത് ബാധിക്കണം എന്നൊക്കെ പറയും. എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി. ഇവർ രണ്ടുപേരും അവരുടെ സേഫ്റ്റി നോക്കിയപ്പം അവിടെ ഞാൻ പുതിയൊരു ജീവിതത്തിലോട്ട് പോയി എന്നുള്ളത് അവർ ചിന്തിക്കില്ല. ഞാൻ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളാണ്, അവിടെ എനിക്ക് കോമഡി കൊണ്ടുവന്നേ പറ്റുള്ളൂ. പക്ഷേ ഒരു ദിവസം 2 ദിവസമൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന് ഇനി എന്ത് ചെയ്യും എന്നുള്ള മൈൻഡ് ഔട്ട് ആയിട്ടിരുന്നപ്പോഴാണ് അവളും പറഞ്ഞത് ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നില്ല, മുന്നോട്ട് പോകണം, അങ്ങനെ ചിന്തിച്ച് പോയി തുടങ്ങുന്നതാണ്. അപ്പം എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കോമഡി ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുക. അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും കടിച്ചു പിടിച്ച് എൻ്റർടൈൻ ചെയ്യിച്ചാലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ മൂഡ് അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പുറം 100 കണക്കിന് ആൾക്കാർ വേറെ ഉണ്ട്, അവരടുത്തോട്ട് പോകും. പക്ഷെ നമ്മൾ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ സിറ്റുവേഷൻ ചില ആൾക്കാർ അത് മനസ്സിലാക്കി നിൽക്കും, ചില ആൾക്കാർക്ക് അത് അറിയണ്ട. നിന്റെ സിറ്റുവേഷൻ എന്തുകൊണ്ട് ആയിക്കൊണ്ട് പോട്ടെ, നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ചിരിച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ പെരുമാറുന്നത്. അതുകൊണ്ട് കാണികളായിട്ട് ഇരിക്കുന്നവരും ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നതല്ല, അവരും പല പ്രശ്നങ്ങളായിട്ട് വന്നിരുന്നിട്ട് സന്തോഷിക്കാൻ വരുന്നവരാ. നമ്മളും പല പ്രശ്നങ്ങളിൽ ടെൻഷനായിട്ടിരിക്കുന്ന ഫ്രണ്ടിലാണ് കോമഡി കളിക്കാറുള്ളത്. അതെ, അപ്പൊ അവർ ചിരിക്കണമെങ്കിൽ നമ്മൾ മൂടൗട്ട് ആവും. നമ്മൾ ആരെങ്കിലും പുള്ളി ചിരിക്കുന്നില്ലല്ലോ, സത്യം ഇമോഷണൽ ട്രാക്ക് ആയി. അപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഈ തനി നിറം ചോദിക്കാം. ശരിക്കും ഈ തനി നിറം എന്ന് പറയുമ്പോ ഓർമ്മ വരുന്ന ഇൻസിഡന്റ് എന്താ? സിനിമയെ ബന്ധപ്പെട്ടല്ലാതെ തനി നിറം കണ്ടെന്നൊക്കെ നമ്മൾ പറയും. അത് തന്നെ. അപ്പോൾ നീ ഇങ്ങനെടാ, അപ്പൊ നിന്റെ തനി നിറം ഇതായിരുന്നില്ല, കേട്ടിട്ടുണ്ട്. അതെ, നിന്റെ നിന്ന ദീപിൽ മാറിക്കളെ അല്ലേ? കണ്ടിട്ടുണ്ടോ? കാണേണ്ടതാണോ അവന്റെ സ്വഭാവം എന്നുള്ള രീതിയിൽ. ഒരു ദിവസം ഞാൻ 25,000 കടം ചോദിച്ചു, പിറ്റേന്ന് രാവിലെ വരാൻ പറഞ്ഞു. രാവിലെ വന്നപ്പോ പറയല്ലേ പൈസ ഇല്ലെന്ന്. അത് അവന്റെ തനി നിറമല്ലേ? അല്ലേ? കൊടുത്താ കിട്ടണ്ടേ? ഈ മരണ ഇത് പറഞ്ഞപ്പോ ഞാൻ വ്യസന സമേതം ഓർത്തു. അതിലൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലെ രാജേന്ദ്രൻ എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല രസമായിട്ട് ചേട്ടൻ ചെയ്തിട്ടുള്ള ഒരു, അതും അസീസ്കയും ചേട്ടന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നതും രസമായിരുന്നു അതിൽ കാണാൻ വേണ്ടി. അത്രയും സീരിയസ് റോൾസ് നിങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യാന്ന് പറയുന്നത്. രാജേന്ദ്രൻ ഒരു മെമ്മറി എങ്ങനെയായിരുന്നു? രാജേന്ദ്രൻ നമുക്ക് അങ്ങനെയുള്ള കുറെ ആൾക്കാർ നമുക്കറിയാം, ഇതേപോലെ ഈ മരണ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന കാര്യം. ആ കഥ എന്നുള്ളത് നമ്മുടെ സ്ഥലത്തുള്ള ഇങ്ങനെ ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്തുള്ള എല്ലാ ക്യാരക്ടറും നാട് എവിടെയാണ്? ഞാൻ കോഴിക്കോട്. ഒന്ന് ട്രിവാൻഡ്രത്ത് പറഞ്ഞു, എല്ലാ നാട്ടിലും കാണും ഇങ്ങനെയുള്ളത്. ഒന്ന് ട്രിവാൻഡ്രത്ത്
ഒരു ആരെങ്കിലും ബന്ധുക്കള് അല്ലെങ്കിൽ സുഹൃത്തുക്കള് അല്ല ഒരു അമ്മ മരിക്കുന്ന സമയത്ത് ഒന്ന് പോകണം. സെയിം നമ്മളെ ബിസിനസ് സമയത്ത് കാണാൻ പറ്റൂല്ലേ? അതേപോലത്തെ ക്യാരക്ടറുകൾ ഇഷ്ടംപോലെ കാണാം, ഒത്തിരി പേര്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ ഡയറക്ടർ ബിപിൻ ഭായ് എന്ന് പറയുന്നത് കറക്റ്റ് അത് പറഞ്ഞു തരും. കറക്റ്റ് ഇപ്പൊ അതിൻ്റെ അകത്തുള്ള സ്ലാങ് പോലും ഒരു പ്രത്യേകത സ്ലാങ്ങാണ്. നമ്മുടെ വെഞ്ഞാറമൂട് ആ ഏരിയയിലുള്ള ഒരു ഭാഷയാണ്. അത് നമുക്ക് ചില വാക്കുകൾ കിട്ടില്ല. അതുവരെ പുള്ളി കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് അത് പറഞ്ഞു തരുമായിരുന്നു. അതായത് നമ്മളൊരു തിരുവനന്തപുരത്തുകാർ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഇപ്പൊ തനിനിറത്തിന്റെ ഷൂട്ടിന് മുമ്പായിരുന്നു അല്ലേ ചേട്ടാ വയസ്സാന സമയത്ത്? അപ്പോഴ് നോബിച്ചേട്ടാ ഞാൻ ചോദിക്കും, ചേട്ടാ വ്യസന സമയത്ത് അങ്ങനെ ഉണ്ട് എടാ, ഇത് വേറൊരു ജേണറാണെന്ന് പറയാം. അവിടെ ആ സെറ്റിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും പടത്തിന്റെ മൂഡ് ഏത് രീതിയിൽ പോകണമെന്ന് വെച്ചാൽ. പിന്നീട് നോബിച്ചേട്ടൻ പറഞ്ഞ പല സിറ്റുവേഷൻ അവിടെ ഷൂട്ട് ചെയ്ത ചില സംഭവങ്ങൾ നമുക്കൊന്ന് പറയരുത് സിനിമയിൽ കണ്ടപ്പോൾ കറക്റ്റ്. അതായത് നമ്മളെ നാട്ടിൽ നടക്കണം. അതിനകത്ത് ഒരു സീനുണ്ടല്ലോ ചേട്ടാ, ഒരു അമ്മച്ചി ഓട്ടോയിൽ വന്നുള്ള എന്റെ വലിയ കച്ചി പോയേ ചേച്ചി ഓട്ടോയുടെ പൈസ, ആരെങ്കിലും ആ ഓട്ടോയുടെ പൈസ കൊടറേ ചെരുപ്പ് വെച്ചിട്ട് മാറ്റും. ഞാൻ ആ ഒരൊറ്റ സീൻ കൂടെ ചിരിച്ചെന്ന് വെച്ചാൽ ഒരു മരണ വീട് ഇത്രയും കോമഡി ആക്കുന്ന രീതിയിൽ അത് തിരുവനന്തപുരത്ത് മിക്ക സ്ഥലത്തുള്ളതാണ്. അതായത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് പറയും, അതായത് 90-95 വയസ്സുള്ള ഒരു അമ്മൂമ്മ മരിച്ചു നടന്നാലും അപ്പുറത്ത് എന്നെ കൂടെ കൊണ്ടുപോയെന്ന് പറഞ്ഞോണ്ടിരിക്കും. എത്ര സമയത്തിന് ഉഗ്ര കോമഡി നടന്നു, സീരിയസ് സിറ്റുവേഷൻ നടക്കണം ആ പടത്തിന്റെ. അതായത് അപ്പൊ സൺലൈറ്റ്, അപ്പൊ ക്യാമറ ഇങ്ങനെ വെച്ചേക്കണം, സൂര്യൻ അസ്തമിച്ച് വരുന്ന അത് ടൈം പറയുന്നുണ്ട്. ഇന്ന് 4:30 മണിക്ക് മുമ്പ് ബോഡി എടുക്കണം, 3:30-4 മണിക്ക് ബോഡി എടുക്കണം എന്ന് പറയുന്ന സമയത്ത് അപ്പം ഇവിടെ ക്യാമറ ചെയ്യണം. അപ്പം സൺലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത് വെച്ചിട്ടുണ്ട്, നമ്മുടെ വിറവെല്ലാം അടുക്കി വെച്ചിട്ട് അവിടെ ഈ നമ്മുടെ ഇത് ഡെഡ് ബോഡി ഇങ്ങനെ വെച്ചിട്ട് അപ്പം ഇങ്ങനെ വിറകെല്ലാം എടുക്കുന്നത്. അപ്പം സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ ക്ലൈമാക്സ്. അശ്വതിയാണ് ഇത് കത്തിക്കുന്നത്. അപ്പം അത്ര ഇമോഷണലായിട്ട് നിൽക്കണം എല്ലാവരും ഇങ്ങനെ വിഷം വെച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, അതിനകത്ത് ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന സമയത്ത് ഈ ബോഡി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു മൊബൈൽ ഫോൺ അതിനകത്ത് വെച്ചു. അതായത് ഈ ക്യാമറ തിരിച്ച് ഇവിടെ നിന്ന് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിറവിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ ഇട്ട് വലിയ ചിച്ചിര പിന്നെ ഇതാണ് ഡമ്മിയാണ് അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും ഇമോഷണൽ ട്രാക്കിൽ നിൽക്കും. ഇങ്ങനെ വെറുതെ വെച്ച് അശ്വതി അവിടെ, എൻ്റെ വൈഫായിട്ട് സീമ അവിടെ, ഞങ്ങളെല്ലാവരും ഇപ്പം ഇങ്ങനെ നിൽക്കണം, സങ്കടത്തിൽ നിൽക്കുന്ന സിറ്റുവേഷൻ. അപ്പം ഈ ഫോൺ ഇവിടെ വെച്ചിട്ട് പിന്നെ കത്തിക്കുന്നുണ്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു അമ്മച്ചി വെച്ച് അവരെയാണ് അമ്മച്ചി, അതെന്താ ഫോൺ അതിനകത്ത് വെച്ച. അപ്പം ഞാൻ പറഞ്ഞു അത് കത്തിയിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇത് ചിരി തുടങ്ങിയിട്ടേ എല്ലാവരും അങ്ങ് ചിരി തുടങ്ങിയത്. പിന്നെ ഇത് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇതങ്ങ് ചിരി തുടങ്ങി ഭയങ്കരമായിട്ട് ഈ ലൈറ്റ് പോകുന്നു കറക്റ്റ് ലൈറ്റിൽ എടുത്ത് പിന്നെ ഈ വിറവിലോട്ട് നോക്കുമ്പോൾ ഈ ഫോണിൽ ഇത് തന്നെ ഓർമ്മ വരും. എൻ്റെ അത് ഒരു മരണ വീട് മൊത്തത്തിൽ ചിരിപ്പിച്ച് കളഞ്ഞ് എൻ്റെ അമ്മ. മരിച്ചു കിടക്കുന്ന കൊച്ചിച്ചൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞമ്മ വരെ ആ കട്ടിലിനടുത്തിരുത്തി ചിരിപ്പിച്ച് കളഞ്ഞ എൻ്റെ അമ്മ. അതായത് ആദ്യം ഈ ചെന്നിറങ്ങുന്ന വഴിയുടെ അവിടെ ആയിരുന്നു എൻ്റെ കുഞ്ഞമ്മയും കൊച്ചിയനൊക്കെ താമസം. ഇവരവിടെ നിന്ന് മാറിയിട്ട് അവിടെ നിന്ന് ഒരു 4 വീടിനപ്പുറത്ത് താമസം. ഈ വീട്ടിൽ വന്ന് താമസിക്കുന്ന ഒരു ഹിന്ദുക്കൾ, അവിടുത്തെ ആൾ മരിച്ചുപോയി. അവിടെ എൻ്റെ ചിറ്റപ്പൻ മരിച്ചുപോയി. അമ്മയ്ക്ക് ഈ വീട് അറിയാവും. അമ്മ വഴിയിൽ നിന്നേ വന്ന് ഇവിടെ ആൾ കൂടി നിൽക്കുന്നു, അവിടെ കാണുന്നില്ല. അമ്മ വന്ന ഉടനെ കയ്യിരുന്ന കവറും കളഞ്ഞിട്ട് അവിടെ ഞാൻ കരച്ചിലും തുടങ്ങി. എവിടെടി എൻ്റെ അനിയൻ, എൻ്റെ അനിയൻ എവിടെയടി, എൻ്റെ അനിയൻ എവിടെ, ഞാൻ കാലിട്ടടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. അമ്മ കരയിട്ട് ആരും സപ്പോർട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വരില്ല, പോട്ട് ചേച്ചി ചേച്ചി പോട്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്ന് തോണ്ടി തട്ടാനാ, അതൊന്നുമില്ല. എന്നിട്ടും അമ്മ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തലയടിച്ച് കരയുന്നു. കരഞ്ഞിട്ട് നോക്കിയപ്പോൾ പട്ട് അല്ലാതുള്ള ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഫ്രെയിമുകൾ കേട്ടാ. എന്നാൽ അവിടെ ഇരുന്നിട്ട് എവരിത് കാണണം, അവിടെ ഇരുന്നിട്ടേ എവരിത് കാണണം. എന്നിട്ട് അവിടെ നിന്ന് പറയാൻ പറ്റുമോ? അവിടെ നിന്ന് അമ്മയെ വിളിക്കാൻ വരുന്നതിനിടയ്ക്ക് അമ്മയുടെ റോൾ ഇവിടെ ഭംഗിയായിട്ട് ചെയ്ത് അമ്മ വന്ന് കട്ടിൻ്റെ അടുത്ത് പട്ടാണ് മൂടിയിരിക്കുന്നത്, ആചാരങ്ങൾ വേറെ. അപ്പൊ ഇത് ഇങ്ങനെ കരഞ്ഞിട്ടിങ്ങനെ ഇതെന്തിങ്ങനെ ഇത് വ്യത്യാസമാണല്ല. അപ്പോഴേ
അവിടെ നിന്ന് അമ്മയെ എന്നെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് വയ്യ നൈസ് അമ്മയെ തിരിച്ച് വിളിച്ചോണ്ട് എടി ഇവിടെ അല്ലേ അതുകൊണ്ട് അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു മരണ വീട് അങ്ങനെ കുഞ്ഞമ്മ വരെ ഒന്ന് ചിരിച്ചു പോയി അടച്ചിരുന്നിട്ട്. അത് പിന്നെ ഒരുപാട് പേര് ചാനലില് സ്കിറ്റുകളിൽ ഒരു മരണ വീട് സ്കിറ്റ് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എന്തായിരുന്നാലും വരും. ഇത് ഇവിടെ നിന്ന് പോയാണ് മരിയോ മതിക്കല് മാവനെ വിളി മക്കളെ മാവനെ വിളി മക്കളെ മാവനെ വിളി മക്കളെ മാവനെ വിളി മക്കളെ. അപ്പൊ അവൻ പറയും വിളിക്കട്ടെ കിടക്കട്ടത്. ഇതുപോലെ നമ്മൾ ചിലപ്പോ തമാശ പറഞ്ഞിട്ട് ഇതുപോലെ ആയിരിക്കും നമ്മൾ തമാശ പറയുന്നുണ്ടാവുക, പക്ഷെ അപ്പുറത്തെ ആൾക്ക് വേദനിച്ചോ അപ്പുറത്തെ ആൾക്ക് വിഷമായി എന്ന് നമ്മൾ ചിന്തിക്കുന്നു, മനസ്സിൽ പോലും ചിന്തിച്ചു കാണില്ല. അങ്ങനെ അപ്പുറത്തെ ആൾക്ക് വിഷമായ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ തമാശകൾ വേദനിപ്പിച്ചതോ അവര് വേറൊരു രീതിയിൽ എടുത്തതൊക്കെ? അതാണ് പറഞ്ഞ പലരും പല മൂഡിലായിരിക്കുമല്ലോ ചില സമയത്തിരിക്കുന്നത്. നമ്മൾ തമാശ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുണ്ട്, പിന്നെ ഒരുപാട് പേരുണ്ട്. നമ്മൾ കളിയാക്കണം, ചിലർക്ക് കളിയാക്കണം ഇഷ്ടപ്പെടും. ഞാനൊക്കെ കളിയാക്കൽ മേടിക്കുന്ന ആളാണ്. എന്നെ കളിയാക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. കാര്യം എല്ലാവരും എനിക്ക് സ്റ്റാർ മാജിക് വന്നപ്പോഴാണ് തങ്കത്തിനെ കളിയാക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നു. നമ്മളെ കളി കൂട്ടുകാരുള്ള ഇതാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോഴാണ് ഈ എന്ത് പറയണം, ഇപ്പൊ ഈ ബോഡി ഷേമിങ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം വന്ന് കയറിയപ്പോഴാണ് കൂടുതൽ ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചറിയാം. അപ്പോഴാണ് ഓരോന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങി. ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ടോ തമാശ പറയുമ്പോഴും? തീർച്ചയായിട്ടും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാര്യം പണ്ട് പ്രതികരിക്കാൻ ഒന്നുമില്ല. ഇപ്പൊ മൊബൈലിൽ ഇപ്പൊ കമന്റ് ഉണ്ടല്ലോ, കമന്റിലൂടെ പ്രതികരിക്കും. നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയില്ല, കമന്റിലൂടെ അല്ലേ പ്രതികരിക്കും. കമന്റ് വായിക്കാറുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ടൊരു കമന്റ് വായിച്ചിട്ട് ഞാൻ തളർന്നു പോയ എന്നെ മാറ്റി തന്ന അനൂപണ്ണനാണ്. ഞാൻ പണ്ട് കാലിഫോർണിയ സിനിമ ഏതൊരു പടം ചെയ്തോണ്ടിരുന്നപ്പോൾ ഇവനെ കാരടാ സിനിമ എടുത്തു, ഞാൻ തകർന്നു പോയി. ഇപ്പൊ അങ്ങനെ ഇതൊരു പടച്ച സിനിമയായിട്ടാണ് ഞാൻ അനൂപണ്ണനെ വിളിച്ചു. ഞാൻ പറഞ്ഞു അമ്മ എന്നെ ഇതുപോലെ ഇങ്ങനെ തോന്നുന്നു, ഞാൻ എന്ത്. അപ്പൊ അനൂപണ്ണൻ്റെ അടുത്ത് പറഞ്ഞത് എടാ ഈ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് ഇങ്ങനത്തെ കമന്റുകൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ ആർക്കും അറിഞ്ഞുകൂടെങ്കിൽ ഇടേണ്ട കാര്യമില്ല. പിന്നെ അന്നുപോലെ വലിയത് ശീലമൊക്കെ. ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഇല്ലാത്ത ലോകത്ത് ആരുമില്ല. ഇപ്പൊ ഒരു നെഗറ്റീവ് കമന്റ് ഇല്ലല്ലോ എന്നാണ്. എന്ത് പറയാനും കമന്റ് എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും ആൾക്കാർ അഭിപ്രായം പറയും. മീൻസ് ഇപ്പൊ ബോഡി ഷെയിമിന്റെ കേസായിരുന്ന കൂടെ തന്നെ ഒരു സമയത്ത് ബോഡി ഷെയിം വെച്ച് ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും കളിയാക്കാൻ വണ്ണം വെച്ചിട്ട് കളിയാക്കാറുണ്ട്, കാല് വയ്യാത്ത ആളെ വെച്ച്. പക്ഷെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ആളെ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തിനെ കുറിച്ച് പോലും പറയാം. ഇപ്പൊ തിരുവനന്തപുരം സ്ലാങ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ ഞങ്ങള് സംസാരിക്കുമ്പോ എടാ എന്താ ഇപ്പൊ നോബിച്ചാണ് അറിയായിരിക്കും, നമ്മള് വേമരയുടെ എടാ എന്താ പരിപാടി എന്നാണ് ചോദിക്കണം. ഇത് എന്തരടേ എന്ന് തിരുവനന്തപുരത്തുകാർ പറയൂല എന്ന് പറഞ്ഞ ആൾക്കാരാണ് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തരാന്ന് തന്നെയാണ് ചോദിക്കണത്. അത് ഏരിയ വ്യത്യാസം അനുസരിച്ച് അത് ചില ആൾക്കാരാണ് തിരുവനന്തപുരത്തുകാർ അങ്ങനെ എന്തരടാന്നൊന്നും ചോദിക്കില്ല. പക്ഷെ അതങ്ങനെ പറയണത് വേറെ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ. അത് എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് ആൾക്കാർ പറയും. വാഴറ്റോലുണ്ടോ? വാഴറ്റോല് പിന്നെ ആടുറ്റൂല കോൺസ്റ്റബിളിൽ തന്നെ ഞങ്ങൾക്ക് ഈ പോസ്റ്റർ ഒക്കെ കാണുമ്പോഴേ ഒരു ടൈം ലൂപ്പ് എന്നൊക്കെ ആളുകൾ പലതും പറയുന്നുണ്ട് ആടുത്രീനെ പറ്റി. വേറെ വേഷമുണ്ടോ? അപ്പൊ എല്ലാവരുടെയും ഇതിന്റെ വേറെ സംഭവം അറിയാമോ? ഈ ആട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ. അപ്പൊ ഇത് കാണാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകര്. അതിനേക്കാളും കൊതിയോടെ കാത്തിരിക്കണം ഞങ്ങള്. കാര്യം മിഥുൻ മാനുവൽ മാജിക് ഭയങ്കരമാണ്. അപ്പൊ എന്താ നമ്മൾ ഭയങ്കര ഇത് കാണാൻ വേണ്ടി ഈ പിള്ളേരെക്കാളി കൊതിയായിട്ടിരിക്കണോ ഞാൻ. എല്ലാ ആർട്ടിസ്റ്റുകളും ആ പടത്തിൽ അഭിനയിച്ച മിക്ക ജയേട്ടൻ ഉൾപ്പെടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. കോൺസ്റ്റബിൾ വേഷം അല്ലാതെ ഇപ്പൊ എല്ലാവരുടെയും വേറെ വേഷങ്ങൾ ഞങ്ങൾ കണ്ടു പോസ്റ്ററുകളിലൊക്കെ. വേറൊരു വേഷം ഇടുന്നുണ്ടോ നോബിച്ചേട്ടൻ അതില്? കണ്ടില്ലായിരുന്നോ പോസ്റ്റർ? ഇല്ല, ഞാൻ കണ്ടില്ല. അതല്ല, അത് പുതിയത്. അതിന്റെ മുന്നേ ഒന്നുണ്ടായിരുന്നു അല്ലേ? അത് രസകരമായിരുന്നോ എന്നുവെച്ചാൽ മാറി ചെയ്യാന്നുള്ളത്? പിന്നെ നമുക്ക് വേറൊരു സംഭവം പറയുമ്പോൾ നമ്മുടെ ഓരോ ഡയറക്ടേഴ്സും നമ്മളെ വിളിക്കുമ്പോഴും നമ്മുടെ ഭാഗ്യങ്ങളായിട്ടാണ് കാണുന്നത് ഏത് സിനിമയും. കാര്യം അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടിയല്ലോ എന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അല്ല, ഇത് തലേ ദിവസം തീരുമാനിച്ച് നാളെ സിനിമ ചെയ്യാന്നല്ലല്ലോ. അതിനുവേണ്ടി അവർ എവിടെയെല്ലാം കൂടുന്നു, എഴുതുന്നു, അതിന് പ്ലാൻ ചെയ്യുന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തെ. അല്ല, ഇതിന്റെ അതിലേറ്റവും വലിയൊരു സംഭവം അത് ചിലപ്പോൾ ഒരാൾക്ക് എഴുതി വെച്ചിരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. ചിലപ്പോൾ ആ സമയത്ത് അയാൾ കാണില്ല. ആ സമയത്ത് പെട്ടെന്ന് ഒരാളെ വിളിക്കും. അതാണ് ഭാഗ്യമാണ്. ഭയങ്കര ഭാഗ്യം തീർച്ചയായിട്ടും സിനിമയിലും ഭയങ്കരമാണ്. ഞാനിപ്പോ ഒരു പടത്തിൽ അഭിനയിച്ചോണ്ടിരിക്കണം, ഒരാൾക്ക് വരാൻ സമയമില്ലാത്തതാണ് ഞാൻ ആ പടത്തിൽ അഭിനയിക്കുന്നത്. നമ്മുടെ ഒരു ഭാഗ്യം. അതെ, ഇത് പറഞ്ഞത് ഭയങ്കര ഭാഗ്യമാണ് ഈ സാധനം. പക്ഷെ ഇതില് തനിനിറത്തിൽ എനിക്ക് സ്ക്രിപ്റ്റ് കണ്ടിട്ട് തന്നപ്പോ ഞാൻ ഫുള്ളിരുന്ന് വായിച്ചപ്പം എനിക്ക് എവിടെയൊക്കെ എന്നെ തന്നെയാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ
ഞാൻ കണ്ടന്റിൽ എന്താണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. അതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് റീലിൽ നിന്ന് ഇപ്പം റിയൽ എന്നുള്ള ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു മൂവിക്കകത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ തന്നെ മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ എനിക്ക് വേണ്ടി എഴുതിയതുപോലെ തന്നെ എനിക്ക് തോന്നി. ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു. ആദർശ് പേഴ്സണൽ ലൈഫ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പാരന്റ്സ് സെപ്പറേറ്റഡ് ആവുന്ന അവസ്ഥകളിൽ പറയാറുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒന്നിക്കൂന്ന് നിർബന്ധിച്ച് വേണ്ടാതെ ജീവിച്ച ആളുകളുണ്ട്. അതേസമയം കുട്ടികൾ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് സെലിബ്രിറ്റി കിഡ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടായി ജീവിക്കുമ്പോൾ ഞാനും ഹാപ്പിയാണ് അവരും ഹാപ്പിയാണ്, അവർക്ക് അവരായിരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ആദർശിന്റെ കുട്ടിക്കാലത്ത് അല്ലെ ആദർശിന്റെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ അവരുടെ ഡിസിഷൻ ആയിരുന്നു ആദർശിന് നല്ലതായെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പറഞ്ഞതുപോലെ അവർക്ക് ചിലപ്പോൾ അത് ശരിയെന്ന് തോന്നി അവർ ചെയ്തതായിരിക്കാം. ഞാനും ചേട്ടനും ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി വളർന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് അവര് പിരിഞ്ഞത് അതിനെക്കുറിച്ചൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ രണ്ടുപേരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഈ കല്യാണത്തിന് ശേഷം ഇവർ രണ്ടുപേരും മടങ്ങി. എനിക്ക് പേഴ്സണലി അച്ഛൻ എൻ്റെ അടുത്ത് ഇപ്പം ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം തനിനിറം കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വെച്ചാൽ ഈ പടം കാണാൻ പോകുമ്പോൾ അച്ഛനെ അമ്മേനെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ എനിക്ക് അച്ഛനെ കൊണ്ടുപോയി കാണിക്കണം. കാരണം എൻ്റെ 2 പടം ഇറങ്ങിയപ്പോൾ അച്ഛൻ തിയേറ്ററിൽ ഒന്നും കണ്ടിട്ടില്ല. ലാസ്റ്റായിട്ട് അച്ഛൻ കണ്ടത് ചാന്തോട്ട് സിനിമയാണ് തിയേറ്ററിൽ പോയി. അച്ഛൻ്റെ വിചാരം ഇപ്പോഴും തിയേറ്ററിൽ മറ്റേ മൂട്ടോ അടിക്കുന്ന ഡീറ്റെയിൽസ് ആണെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. സീരിയസ്ലി ഇപ്പോഴും അച്ഛൻ അങ്ങനെ കണ്ടിട്ടില്ല. അച്ഛൻ ഇപ്പോഴും മാറി കാണുന്നത് ഈ ബാഹുബലി, ദേവാസുരം, രാവണപ്രഭു ഈ മൈൻഡാണ്. പുതിയ പടങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അച്ഛനെ കൊണ്ട് എൻ്റെ പടം തിയേറ്ററിൽ പോയി കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഈ പടത്തിൽ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ അങ്ങനെ അല്ല സീരിയസ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അമ്മ ചിലപ്പോൾ പോയി കാണുമായിരിക്കും, എനിക്കറിയാം. ഞാൻ ആ ഒരു ഇഷ്യൂവിന് ശേഷം രണ്ടുപേരായിട്ട് കോൺടാക്ട് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ച അവരുടെ ഇടയിലോട്ട് ഇനി പോകണ്ട, അവരുടെ ലൈഫായിട്ട് അവരങ്ങ് മുന്നോട്ട് പോകും. അതായത് കൂട്ടുകാരൻ്റെ സഹോദരിയെ കല്യാണം ഇന്ന സ്ഥലത്ത് വെച്ചായിരുന്നു പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്നത്. അച്ഛനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനെ വിളിച്ച് അച്ഛൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് ഈ സിനിമ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ സൂപ്പർ സ്റ്റാർ ഗുണത്തിലേക്ക് വരുമ്പോ വരും അവര്. ഫൈനലി ഒരു ചോദ്യം കൂടെ, കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, നമ്മളിപ്പോൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പൂച്ചയും പട്ടിയും ഒക്കെയുള്ള റീലുകൾ, ഒരുപാട് രസമുള്ള റീലുകൾ വരാറുണ്ട്, ഇവരുടെ റീലുകൾ പോലെ തന്നെ. അപ്പം അത് കാണുന്ന സമയത്ത് ആദ്യം നല്ല രസമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ തെറിവാക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ വരുന്നതാണ്. അപ്പം നമ്മൾ കുട്ടികളെ വിളിച്ച് കാണിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് വരുന്നുണ്ടാവുക. അങ്ങനെ ഒരു ഫിൽറ്ററിങ് ഇല്ലാതെ പോകുന്നില്ലേ? മുമ്പ് നിങ്ങൾക്ക് സ്റ്റേജിൽ കാണിക്കുന്ന ഒരു സഭ്യത ഇതാണ് എന്നുണ്ടായിരുന്നു, അല്ലെ? നമ്മൾ രഹസ്യമായി പറയുന്ന തമാശകൾ വേറെയായിരുന്നു. ഇന്ന് ആ വിടവില്ലാതെ ആവുകയല്ലേ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും? പിന്നെ ഇപ്പം സ്റ്റേജിലൊക്കെ ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ സംഭവം, ഞങ്ങൾ പരിപാടി കളിക്കുന്ന സമയത്ത് 200-250 പരിപാടി കളിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ സമയത്ത് ഒരൊറ്റ സ്കിറ്റ് കൊണ്ടായിരിക്കാം ഞങ്ങൾ ഇത്രയും പരിപാടി കളിക്കും. ഇന്നത് പറ്റില്ല. കാര്യം ഒരു പരിപാടി കളിക്കുമ്പോൾ ലൈവ് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്തത് റീൽസ് ആയിട്ട് ഇറക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജ് പോകുമ്പോൾ ഒരിക്കലും കളിക്കും. അതുകൊണ്ടാണ് ആ കോമഡി ഷോ എന്ന് പറഞ്ഞ പരിപാടി ഇപ്പൊ കുറഞ്ഞു വരും. പക്ഷെ ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ആദർശിന് മനസ്സിലായിണ്ടാവും, നമ്മള് തെറിവാക്കുകളൊക്കെ കൂടുതൽ വരുന്നുണ്ട്. ഇന്റർമീനിങ് ഒക്കെ പണ്ടടിക്കുന്നു, അതും അങ്ങനത്തെ ഇന്റർമീനിങ് അല്ല, ചെറിയ കുഞ്ഞു. ഇപ്പൊ പക്ഷെ വളരെ നമ്മളെ സമയത്ത് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ നമ്മൾ കാണുന്ന ചില വീഡിയോസിലെല്ലാം ഭയങ്കര ഡബിൾ മീനിങ്, ചീത്ത വിളിക്കാറുണ്ട്, ഭയങ്കര വീടായിട്ട് സംസാരിക്കാറുണ്ട്. നമ്മളത് ചിന്തിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓഡിയൻസ് കൂടുതലും കൊച്ചു പിള്ളേരാണ്, അമ്മമാരൊക്കെയാണ്. അപ്പം കുറെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് മക്കളെ നിങ്ങളെ വീഡിയോ കാണാറുണ്ട്, പ്രത്യേകിച്ച് ഇതിന്റെ അമ്മ വേഷം. കൊച്ചു പിള്ളേർ വന്നിട്ട് വർഷയിടത്തായിരുന്നാലും എൻ്റെ അടുത്ത് പോലും നിങ്ങൾ യൂട്യൂബർ അല്ലേ, നിങ്ങളുടെ കിൻഡർ ഗാർഡൻ. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഈ തെറി സാധനങ്ങളില്ല, ഈ ഡബിൾ മീനിങ് ഉള്ള സാധനങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവരാരും കാണൂല. എല്ലാ ജോണറും നമ്മുടെ യൂത്ത് അങ്ങനെയുള്ള ആൾക്കാരെടുക്കും. പക്ഷെ ഇവരെ പോലെ ഈ കുഞ്ഞു പിള്ളേരായിരുന്നാലും കുറച്ച് ഏജിലായിട്ടുള്ള ആൾക്കാരായിരുന്നാലും അവർക്ക് ഏറ്റെടുക്കണമെങ്കിൽ ഈ വക സാധനങ്ങളില്ലാതെ ഇപ്പൊ അവര് കണ്ടോണ്ടിരിക്കുമ്പോൾ അമ്മ ഇതാരെ വീഡിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ല അച്ഛൻ ഇതാരെ വീഡിയോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതായി മക്കളെ എന്ന് കാണിക്കാൻ പറ്റണം. ഞങ്ങൾ ആ ഒരു ഓഡിയൻസിനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കുറച്ചുകൂടി നിങ്ങൾ വേറെ കേസ് നോക്കിയാൽ മതി. വേറെ ഒന്നും മീഡിയ വർക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം, ഇല്ലേ? തീർച്ചയായിട്ടും നമ്മളെ മില്യൺസ് വ്യൂസ് ഒക്കെ ആയിരിക്കും ഓരോ നെഗറ്റീവിന് വേണ്ടിയാണ് എന്ത് കാണാൻ ഒരു ഇതിട്ട് ഇറങ്ങി അത് കാണാനേ ആൾക്കാരുണ്ട്. നല്ലതായിട്ട് നമ്മള് സംഘടന കൊണ്ട് നല്ല എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ് വെച്ച് ചോദിക്കണം, ഒരു മനുഷ്യൻ കാണില്ല. ഒരു ഭക്തിഗാനം പാടാം, എല്ലാം ഇതൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോ ഈ തനി നിറത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.